Hi, hello everyone, welcome to our video class section. The chapter name is Principles of Inheritance and Variations. Okay, in previous class or previous section we discussed about the Mendel's crosses with pea plants. Okay, Mendel എത്ര ഇയേഴ്സ് എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ 7 years ആണ് എന്ത് ചെയ്തത് മെന്റലിന്റെ വർക്കിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഓൺ ദി ബേസിസ് ഓഫ് ഹിസ് വർക്ക് ഹി പ്രപ്പോസ്ഡ് 3 laws. The laws are known as laws of inheritance or Mendelian inheritance or Mendelism. The 3 laws are laws of dominance, law of segregation, otherwise it is known as law of purity of gametes, and the third law is law of independent assortment. The first 2 laws are based on the monohybrid clause. What is monohybrid clause? Monohybrid clause means എന്തായിരുന്നു monohybrid എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ, ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ അല്ലെ, ഒറ്റ ക്യാരക്ടർ ഉപയോഗിച്ചിട്ട് നമ്മളുള്ള ഫ്യൂഷൻ ആണ് ഇത് monohybrid clause എന്ന് പറയുന്നത്. So on the basis of the monohybrid clause, Mendel proposed laws of inheritance. The first law is law of dominance and the second one is law of segregation or law of purity of gametes. So what is law of dominance? എന്താണ് ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഡോമിനന്റ് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് അല്ലെ. അപ്പൊ എന്താ? ദ എക്സ്പ്രഷൻ ഓഫ് ഓൺലി വൺ ഓഫ് ദ പാരന്റൽ ക്യാരക്ടർ ഇൻ എ മോണോഹൈബ്രിഡ് ക്രോസ് ഇൻ ദ F1 ആൻഡ് ദ എക്സ്പ്രഷൻ ഓഫ് ബോത്ത് ഇൻ F2. ഇപ്പോൾ F1-ലായിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പാരന്റൽ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യും, F2-ലാവുമ്പോൾ ബോത്ത് ചാൻസസ് അല്ലെ. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? മോണോഹൈബ്രിഡിന്റെ ഫിനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 3:1 അല്ലെ. 3 എന്താണ്? 3 ടോളും ആണ്, 1 എന്താണ്? ഡ്വാർഫുമാണ്. അപ്പൊ അവിടെ മെജോറിറ്റി എന്ത് വന്നു? പാരന്റിന്റെ ഡോമിനന്റ് ക്യാരക്ടർ ഫോം ചെയ്തു. ഇനി സെക്കൻഡ് ജനറേഷൻ ആയപ്പോ എന്താണ്? ഈക്വൽ ചാൻസ് ആണ്. അപ്പൊ 1:2:1 വന്നു. അതെങ്ങനെയാ? ആ ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെയാ മാറിയത്? 1 എന്ന് പറഞ്ഞ ആ ഡോമിനന്റ് ക്യാരക്ടർ, അതായത് ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞു ഇല്ലേ? പ്രീവിയസ് ലെസൺ ഒന്ന് നോക്കുക, നമുക്ക് ആ സ്ലൈഡ് മുന്നെടുത്ത് നോക്കി നോക്കാം. അപ്പൊ നമുക്കറിയാം. അപ്പോൾ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞ ആ ഒരു ഹോമോഗാമറ്റിക് ടോൾ വന്നു, പിന്നെ ഹെട്രോഗാമറ്റിക് ടോളും, പിന്നെ എന്താ ഹോമോഗാമറ്റിക് ആയിട്ടുള്ള ഡോർഫുമാണ് വന്നത്. അങ്ങനെയാണ് ജീനോട്ടിപ്പിക് റേഷ്യോയിലേക്ക് എത്തിയത്. ഓക്കെ, ഇനി അപ്പൊ ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞ്? ദ എക്സ്പ്രഷൻ ഓഫ് ഓൺലി വൺ ഓഫ് ദ പാരന്റൽ ക്യാരക്ടേഴ്സ് ഇൻ എ മോണോഹൈബ്രിഡ് ക്രോസ് ഇൻ ദ F1 ആൻഡ് ദ എക്സ്പ്രഷൻ ഓഫ് ബോത്ത് ഇൻ F2. ക്ലിയർ ഇറ്റ്? Then the next is law of segregation അല്ലെങ്കിൽ purity of gametes. ഇപ്പൊ മെന്റല് നമ്മൾ സെക്കൻഡ് ഹൈബ്രിഡ് നടത്തി, അതായത് F2 ജനറേഷൻ നടത്തിയപ്പോൾ നമുക്ക് ഒന്നുകിൽ ടോള് അതല്ലെങ്കിൽ എന്ത് കിട്ടി? ഡോർഫ് കിട്ടി. നമുക്ക് ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു ക്യാരക്ടർ കിട്ടിയോ? ഇല്ല. അപ്പൊ മെന്റൽ എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്തുണ്ടാവില്ല, ആ ക്യാരക്ടേഴ്സ് തമ്മിൽ ബ്ലണ്ട് ചെയ്ത ഒരു പുതിയ ക്യാരക്ടർ ഫോം ചെയ്യില്ല എന്നാണ് ആര് പറഞ്ഞത്? മെന്റൽ പറഞ്ഞത്. ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമേറ്റ്സ് സ്റ്റേറ്റ്സ് ദാറ്റ് an individual receives one factor from each of her or 2 parents in respect of a particular trait and they do not blend or mix. അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ നമുക്കൊരു ഫീച്ചർ കിട്ടിയെന്ന് വിചാരിക്കുക, പക്ഷെ അത് ഒരിക്കലും ബ്ലെൻഡ് ആയിട്ട് ഉണ്ടാവില്ല എന്നാണ് ആര് പറഞ്ഞത്? മെന്റൽ പറഞ്ഞത്. ഓക്കെ, അപ്പോ മെന്റൽ എന്ത് ചെയ്തു? ഹി സ്പെൻഡ് ഹിസ് 7 years ഫോർ ദ വർക്ക്. ഓക്കെ, സോ ഹി സ്റ്റഡിഡ് ഇൻ പീ പ്ലാന്റ് ആൻഡ് സെലക്ടഡ് 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ, അതായത് 7 ഓപ്പോസിറ്റ് ക്യാരക്ടർ ഉപയോഗിച്ചിട്ടാണ് ആര് സ്റ്റഡി ചെയ്തത്? മെന്റൽ സ്റ്റഡി നടത്തിയത്. പക്ഷെ എന്ത് കിട്ടിയില്ല? അന്നത്തെ കാലത്തെ ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ച് അതല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് ബയോളജിയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത ഒരു അവസ്ഥയായതുകൊണ്ട് അതിന്റെ മെന്റലിൽ എന്താന്ന് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞത്, മെന്റൽ അതിന് ജീനാന്ന് അറിയുന്നുണ്ടാകുന്നില്ല. ഓക്കെ, അതുകൊണ്ട് മെന്റലിന്റെ വർക്കിന് എന്ത് കിട്ടിയില്ല? ഒരു റെക്കഗ്നീഷൻ കിട്ടിയില്ല. ഓക്കെ, അങ്ങനെ ആഫ്റ്റർ ഹിസ് ഡെത്ത് 3 scientists, ഹ്യൂഗോ ഡി വ്രീസ്, കാൾ കോറൻസ് ആൻഡ് എറിക് വോൺ ടെസ്റ്റ്മാർക്ക്. ഓക്കെ, നോക്കൂ, ഇവിടെ ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, നോക്കി നോക്കൂ. ഈ ഹ്യൂഗോ ഡി വ്രീസ്, കാൾ കോറൻസ് ആൻഡ് എറിക് വോൺ ടെസ്റ്റ്മാർക്ക്, ദേ റീഡിസ്കവേർഡ് മെന്റൽസ് വർക്ക്. ഓക്കെ, മെന്റലിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മെന്റലിയൻ ഹെറിഡിറ്ററി എന്നുള്ള വർക്കിനെ അവരെന്ത് ചെയ്തു? റീഡിസ്കവർ ചെയ്തു. ക്ലിയർ ഇറ്റ്? ഓക്കെ, ആരൊക്കെയായിരുന്നു? ഹ്യൂഗോ ഡി വ്രീസ്, കാൾ കോറൻസ് ആൻഡ് എറിക് വോൺ ടെസ്റ്റ്മാർക്ക്. ഓക്കെ, അപ്പോ അങ്ങനെ ഒരു ചെയ്യണമെങ്കിൽ മെന്റൽ പറഞ്ഞ ആ കേസിന് അല്ലെങ്കിൽ മെന്റൽ ഇൻഹെറിറ്റൻസിന് എന്തുണ്ടായിരുന്നു? കുറച്ച് ഡീവിയേഷൻസ് ഉണ്ടായിരുന്നു. ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ എല്ലാ കാര്യങ്ങളും മെന്റൽ പറഞ്ഞ ആ ഒരു ഫ്ലോയിൽ എന്ത് ചെയ്യുന്നില്ല? പോകുന്നില്ല. അതിനുള്ള 3 എക്സാമ്പിൾസ് ആണ് അല്ലെങ്കിൽ 3 കണ്ടീഷൻ ആണ്: ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോ ഡോമിനൻസ് ആൻഡ് മൾട്ടിപ്പിൾ അല്ലിലിസം. ഏതൊക്കെയാണ് 3 ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോ ഡോമിനൻസ് ആൻഡ് മൾട്ടിപ്പിൾ അല്ലിലിസം.
Okay, so first here we discussing incomplete dominance. Incomplete അല്ലെ? അപ്പൊ വാക്കിലുണ്ട് എന്ത് ഡോമിനൻസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്താവുന്നില്ല, അവിടെ കംപ്ലീറ്റ് ആവുന്നില്ല എന്ന്. അതെ, മെന്റൽ എന്താ പറഞ്ഞേ, ഐദർ ദേ പ്രൊഡ്യൂസ് എ പാരന്റൽ അല്ലെ, പാരന്റിന്റെ ക്യാരക്ടേഴ്സ് ഏതാണോ അതാണ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എന്താണ്, നൈദർ അല്ലീൽ ഈസ് ഡോമിനന്റ്. ഇപ്പോ ടോൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഡോമിനന്റ് അല്ല, ഡോർഫ് എന്ന് പറഞ്ഞ അല്ലീലും എന്തല്ല, ഡോമിനന്റ് അല്ല. അപ്പോൾ ഒരു തേർഡ് ടൈപ്പ് ഫിനോടൈപ്പിന് ചാൻസ് ഉണ്ട് എവിടെ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് സ്നാപ് ഡ്രാഗൺ, അതല്ലെങ്കിൽ അതിന് വേറൊരു പേരാണ് ഡോഗ് ഫ്ലവർ. അതിന്റെ സയന്റിഫിക് നെയിമാണ് ആൻഡ്രീനിയ മാജസ് എന്ന് പറയുന്നത്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ ആണ് മിറാബിലസ് ജലാപ്പ, നമ്മുടെ 4 മണി ചെടി എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ ബേർഡിൽ എടുക്കുകയാണെങ്കിൽ ആന്റിലൂസിയൻ ഫൗൾ എന്ന് പറയുന്നത്. ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനുള്ള എക്സാമ്പിളുകളാണ്. അപ്പൊ എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞെങ്കിൽ, അവര് പാരന്റിന്റെ ക്യാരക്ടർ അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പകരം അവരെന്ത് ചെയ്യുന്നു, ഒരു ന്യൂ ക്യാരക്ടർ എന്ത് ചെയ്യുന്നു, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് പിക്ചർ ഹിയർ. R represent red color flower. Okay, capital R and capital R represent red color flower. Small r represent എന്തായിരിക്കും, വൈറ്റ് കളർ ഫ്ലവർ. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ നോക്കിയേ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വരികയാണെങ്കിൽ അക്കോർഡിംഗ് ടു മെന്റൽ പറഞ്ഞതനുസരിച്ച് ഇവിടെ എന്ത് വരേണ്ടതായിരുന്നു, മോണോഹൈബ്രിഡ് റേഷ്യോയിൽ ഇവിടെ എന്ത് വരേണ്ടതായിരുന്നു, ഈ റെഡ് കളർ തന്നെ ഇവിടെ വരേണ്ടതായിരുന്നു അല്ലേ. പക്ഷെ ഇവിടെ കളർ ഫോം ചെയ്ത കളർ എന്ന് പറഞ്ഞാൽ എന്താണ്, പിങ്ക് കളർ. ആ കളർ എന്ന് പറയുന്നത് പാരന്റൽ കളർ ആണോ, അല്ല. അതെന്താ ഒരു ഇന്റർമീഡിയറ്റ്, അതായത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്ത ഒരു കളറാണ് ഇവിടെ ഫോം ചെയ്തത്, ഈ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറഞ്ഞാല്. അപ്പൊ മെന്റലി പറഞ്ഞ മെന്റലി ഇൻഹെറിറ്റൻസ് അവിടെ പ്രൂവ്ഡ് ആണോ, അല്ല. സോ ഇൻകംപ്ലീറ്റ് ഡീവിയേഷൻ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഈസ് എ ഡീവിയേഷൻ ഫ്രം മെന്റേലിയൻ ഇൻഹെറിറ്റൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത് ഈസ് എ ഡീവിയേഷൻ ഫ്രം മെന്റേലിയൻ ഇൻഹെറിറ്റൻസ്. ഓക്കെ, സോ അപ്പൊ ഇവിടെ റേഷ്യോ എത്രയായിരിക്കും, 1:2:1. അതായത് 1 എന്ന് പറഞ്ഞ here both the genotypic ratio and phenotypic ratio are same in case of incomplete dominance. 1 എന്ന് പറഞ്ഞാൽ എന്താണ്, റെഡ് കളർ ഫോം ചെയ്തു. 2 എന്താണ്, അവിടെ ഹെറ്ററോസൈഗസ് കണ്ടീഷനിലുള്ള പിങ്ക് കളറാണ് ഫോം ചെയ്തത്. ആൻഡ് അനദർ 1 എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഫോം ചെയ്തത് എന്താണ്, വൈറ്റ് കളർ ആയിട്ടുള്ള ഫ്ലവർ ആണ് അവിടെ ഫോം ചെയ്തത്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, സ്നാപ് ഡ്രാഗൺ, അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ് ഡോഗ് ഫ്ലവർ, സയന്റിഫിക് നെയിം ആൻഡ്രീന മാജസ്. And next example is Mirabilis jalapa. Okay, and the next one is Andalusian fowl. അവിടെ എന്താ എടുക്കണമെങ്കിൽ ആ ബേർഡ്സിന്റെ കേസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ ഓഫ് ഫെദർ ഈസ് ഇൻകംപ്ലീറ്റ്ലി ഡോമിനന്റ് ഓവർ ദ സ്പ്ലാഷ്ഡ് വൈറ്റ് കളർ ഓഫ് ദ ഫെദർ. ആ വൈറ്റ് കളറിന്റെ ഫെദറിന്റെ മുകളിൽ എന്താണ് ഡോമിനന്റ് ആയി നിൽക്കുന്നത്, ഏത് കളറാണ്, ബ്ലാക്ക് കളർ ആയിട്ടുള്ള ഫെദർ ആണ്. ക്ലിയർ ഇറ്റ് ഇസ്? ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഇനി കോ ഡോമിനൻസ് പറഞ്ഞാൽ എന്താ, കോ ഡോമിനൻസ്, കോ മീൻസ് എന്താ, ടുഗദർ. അപ്പൊ എന്താ, രണ്ട് കൂട്ടർക്കും ഈക്വൽ ഡോമിനൻസി വരുന്നതാണ് എന്താ പറയുന്നത്, കോ ഡോമിനൻസ് എന്ന് പറയുന്നത്. അതായത് അപ്പൊ നമ്മൾ പറഞ്ഞു ടോള് ഡോർഫ് എന്ന് പറഞ്ഞു, അവിടെ ഡോമിനന്റ് ക്യാരക്ടർ റിസസീവ് ക്യാരക്ടർ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുക. അതാണ് എന്ന് പറയുന്നത് കോ ഡോമിനൻസ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളുടെ ബ്ലഡ് ഗ്രൂപ്പ് ആണ്. നമ്മളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ABO ബ്ലഡ് ഗ്രൂപ്പ് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ എക്സാമ്പിൾ ഫോർ കോ ഡോമിനൻസ്. ഈസ് ഇറ്റ് ക്ലിയർ? Okay, co-dominance means here no dominant trait and recessive trait both are equally expressed. രണ്ടും എങ്ങനെയാണ് ഈക്വൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക, അതാണ് എന്ന് പറയുന്നത് co-dominance എന്ന് പറയുന്നത്. നോക്കി, ഇവിടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എത്ര തരം ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട് നോക്കി നോക്കൂ, 4 തരമാണ് അല്ലെ. A blood group, B blood group, AB blood group and O blood group. ഓക്കെ, അതിലെ ഇപ്പൊ O blood group എന്ന് പറഞ്ഞു, ഇതിലെങ്ങനെയാ നോക്കി നോക്കൂ. ഇപ്പൊ A എന്ന് പറഞ്ഞ ബ്ലഡ് ഗ്രൂപ്പിന്റെ ജീനോടൈപ്പ് എങ്ങനെയാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്, I എന്ന് വന്ന അല്ലിൽ വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ I എന്ന് പറഞ്ഞാലും അത് ഏത് തന്നെയാണ്, അത് ഏത് ബ്ലഡ് ഗ്രൂപ്പാണ് വരുന്നത്, A ബ്ലഡ് ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ IA എന്നതല്ലോ അത് എന്ത് തന്നെയാണ്, A ബ്ലഡ് ഗ്രൂപ്പാണ്. ഓക്കെ, ഇവിടെ കാണാണ്ടല്ലോ IA. നോക്കൂ, ബിനെ നമുക്ക് എങ്ങനെ എഴുതാം, IB, അതുപോലെ തന്നെ IBI. ഓക്കെ, ABനാണെങ്കിലോ IB, O ആണെങ്കിലോ II. ഓക്കെ, അപ്പൊ ഇങ്ങനെ 2 തരത്തിലെ ജീനോടൈപ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെ തന്നെയാണ്, ഒറ്റ ഫിനോടൈപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഓരോ ജീനോടൈപ്പും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷുഗറിന്റെ ആ ഷുഗർ എന്ന് പറയുന്നത് വേറെ തരത്തിലായിരിക്കും. ഈ IA എന്ന് പറഞ്ഞ ഒരു ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യാം, IB എന്ന് പറഞ്ഞ ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷുഗറിന്റെ ബേസിൽ അവിടെ എത്ര അലീലുകളുണ്ട്, 3 അലീലുകളാണ് ഉള്ളത്. ഏതൊക്കെ, IAയും IBയും Iയും. ഓക്കെ, ആ
മൂന്ന് അല്ലീലിൽ നിന്ന് എത്ര ജീനോടൈപ്പ് ഫോം ചെയ്യുന്നുണ്ട്? ജീനോടൈപ്പ് എന്ന് പറയണമെങ്കിൽ ഇതാ ഇങ്ങനത്തെ ഫോം ചെയ്യണമെന്ന് പറയുന്നത് നമ്മൾ ജീനോടൈപ്പ് എന്ന് പറയുന്നത് അല്ലെ. എന്താ ജീനോടൈപ്പ്? എത്ര ജീനോടൈപ്പ് ഫോം ചെയ്യുന്നുണ്ട് ഇവിടെ നോക്കി നോക്കൂ. എത്ര ജീനോടൈപ്പ് ഫോം ചെയ്യാന്നുള്ളത്? ഇതാ ഇതിവിടെ 2 എണ്ണം, 2, 4, 5, 6. 6 ജീനോടൈപ്പും 4 ഫീനോടൈപ്പും 3 അല്ലീലുമാണ് എന്തിനുള്ളത്? നമ്മളുടെ ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിനുള്ളത്. ക്ലിയർ ആണോ? അപ്പോൾ ഹ്യൂമണിന്റെ ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് കോഡോമിനൻസിന്റെ എക്സാമ്പിൾ ആണ്. അവിടെ എന്തില്ല? ഇപ്പൊ അച്ഛന്റെ എന്താ പറയാ ബ്ലഡ് ഗ്രൂപ്പ് A ആണെന്ന് വെക്കാം. അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? B ആണെന്ന് വെക്കാം. നമ്മൾ മെൻഡേലിയൻ ക്രോസ് പോലെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഈ ഐയും ആണ് ക്രോസ് ചെയ്യണതെങ്കിൽ, ആ ഗാമേറ്റ്സ് ആണ് ഫോം ചെയ്യണതെങ്കിൽ അവിടെ എന്തിനുള്ള ചാൻസ് ഉണ്ട്? O ബ്ലഡ് ഗ്രൂപ്പുള്ള ബേബി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ എന്താ പറയാ, അപ്പൊ പേരന്റിന്റെ ക്യാരക്ടർ അല്ല ഫോം ചെയ്തത്. അവിടെ എന്താ ഫോം ചെയ്തത്? വേറൊരെണ്ണം ഫോം ചെയ്തു അല്ലെ. അതായത് ഈ അലിയിൽ നിന്നും പുതിയൊരെണ്ണാവാ ചെയ്തത്. അപ്പൊ എന്താ AB ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞെങ്കിൽ അവിടെ എന്താ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷുഗേഴ്സ് ആണ് ഫോം ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ 3 അലിയിലുണ്ട്. അതുപോലെ തന്നെ എത്ര ജീനോടൈപ്പ് ഉണ്ട്? 6 ജീനോടൈപ്പും അതുപോലെ തന്നെ 4 ഫീനോടൈപ്പാണ് ഉള്ളത്. ഓക്കെ. അപ്പൊ ഈ ഓരോ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷുഗറും എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നമ്മൾ പറയുന്നത് ക്രോസ് മാച്ച്, മിസ് മാച്ച് എന്നൊക്കെ പറയും. അതായത് സെയിം ബ്ലഡ് ഗ്രൂപ്പുള്ള ആളുകൾക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനോ അതുപോലെ തന്നെ ഏതെങ്കിലും ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനോ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? സെയിം ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയിട്ടാണ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഈ ABO ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വേറെ കോഡോമിനൻസിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ എന്തിനൂടെ എക്സാമ്പിൾ ആണ്? മൾട്ടിപ്പിൾ അല്ലീലിസ. നമ്മൾ എന്താ പറഞ്ഞ ഇപ്പൊ ടോൾ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിച്ചു? ക്യാപിറ്റൽ ടി. വേറെ എന്തെങ്കിലും ഉപയോഗിച്ചോ? ഇല്ല. അപ്പൊ അതെന്താണ്? ഒറ്റ അലീലുകൊണ്ടല്ലേ, 1 അലീലല്ലേ. പക്ഷെ ഇവിടെ എന്താ ഒരുപാട് അലീലുകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫീച്ചറിനെ ഫീനോടൈപ്പ് റെപ്രസെന്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു IA പറഞ്ഞാൽ എന്താണ്? A ബ്ലഡ് ഗ്രൂപ്പ് ആണ് അല്ലെ. I എന്ന് പറഞ്ഞാൽ തന്നെയാണ് A ബ്ലഡ് ഗ്രൂപ്പ് ആണ്. അപ്പൊ ഒരു ഫീനോടൈപ്പ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി അവിടെ എത്ര ജീനോടൈപ്പ് വന്നു? 2 എണ്ണം വന്നു, അല്ലെങ്കിൽ 2 അല്ലീൽ അവിടെ വന്നു അല്ലെ. അപ്പൊ എന്താ? അപ്പൊ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം ഈസ് ആൻ എക്സാമ്പിൾ ഫോർ മൾട്ടിപ്പിൾ അല്ലീലിസം. ഇനി ഇതുപോലെ മൾട്ടിപ്പിൾ അല്ലീലിസം കാണിക്കുന്ന വേറെ ഒരു എക്സാമ്പിൾസ് ആണ് കോട്ട് കളർ ഇൻ മൈസ്. നമ്മളുടെ എലികളിലൊക്കെ കാണുന്ന എന്താ അവരുടെ ആ ഹെയർസിന്റെ കളർ ഇല്ലേ, അത് തന്നെ എക്സാമ്പിൾ ആണ്. മൾട്ടിപ്പിൾ അല്ലീലിസിന്റെ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ റാബിറ്റിന്റെ കോട്ട് കളറും പിന്നെ ഡ്രോസോഫൈലയുടെ എന്ന് പറയുന്നത്, ഐന്റെ കളർ എന്ന് പറയുന്നത് എന്താണ് എക്സാമ്പിൾ ആണ്? ഈ മൾട്ടിപ്പിൾ അല്ലീലിസത്തിനുള്ള എക്സാമ്പിൾ ആണ്. From the above mentioned examples, one can conclude that നമുക്ക് എന്ത് പറയാൻ പറ്റും? Dominance is not a universal feature. Dominant എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ ഫീച്ചർ ആണോ? അല്ല. അതെന്താണ്? അതെന്ത് ചെയ്യും? മാറും അല്ലെ. ആ ഫീച്ചർ തന്നെ പ്രൊഡക്റ്റ് നോക്കിയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്ത് അവിടെ ഏത് ക്യാരക്ടർ ആയിരുന്നു ഡോമിനന്റ് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. ഹലോ. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് ദ ഡൈഹൈബ്രിഡ് ക്രോസ്. ഡൈഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞേ? അവിടെ എന്ത് വേണം? 2 ക്യാരക്ടർ ഫോം ചെയ്യണം. ഇപ്പോൾ ആർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, അത് റൗണ്ട് എന്ന് പറഞ്ഞ ക്യാരക്ടർ, വൈ എന്ന് പറയുന്നത് ആ സീഡിന്റെ കളർ യെല്ലോ. അപ്പോൾ നേരെ അതിന്റെ ഓപ്പോസിറ്റ് എടുക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്മൾ സിമ്പിൾ ഉപയോഗിക്കുക. ഈ റിങ്കിൾഡ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സ്മോളാറും അതുപോലെ തന്നെ ഗ്രീൻ കളർ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുക? സ്മോൾ ലെറ്റർ വൈ ഉപയോഗിച്ചു. ഓക്കെ. അപ്പം നമുക്ക് ഇതിൽ ടോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരു ടി എടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എടുത്താൽ മാത്രം മതിയോ? ഇല്ല. അവിടെ എത്ര ക്യാരക്ടർ ഉപയോഗിച്ചിട്ടുണ്ട്? 2 ക്യാരക്ടർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2 ക്യാരക്ടറിന് എടുക്കണം. അതായത് 2 ഗാമറ്റ് ഫോം ചെയ്യും. നോക്കുക. അപ്പൊ ഞാൻ ഇവിടെ നോക്കിയേ, ഇത് ഈ ആറിൽ നിന്നും ഒരെണ്ണത്തിന് എടുത്തു. ഇവിടെ ഈ വൈയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു? ഒരെണ്ണത്തിന് എടുത്തു. ഇവിടെ നോക്കിയേ, ഈ ആർ എന്ന് പറഞ്ഞതിൽ നിന്നും ഞാൻ ഒരെണ്ണം സെപ്പറേറ്റ് എടുത്തു. ഈ വൈയിൽ നിന്നും ഒരെണ്ണത്തിന് എടുത്തു. അപ്പൊ എനിക്ക് എന്താ കിട്ടുക? ഇപ്പൊ നോക്കി നോക്കുക. അപ്പൊ എന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അതിന്റെ F1 ജനറേഷൻ എങ്ങനെയായിരിക്കും? അതിന്റെ F1 ജനറേഷൻ R Y അല്ലെ. ഇതാണ് എന്റെ എന്ത് വരിക? F1 ജനറേഷൻ വരിക. അപ്പൊ എന്റെ F1 ജനറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാ വന്നത്? എന്റെ F1 ജനറേഷൻ ഈ F1 ജനറേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വന്നത്? ഹോമോസൈഗസ് ആണോ? അല്ല. ഇതെന്താണ്? ഹെട്രോസൈഗസ് ആണ്. അതായത് ക്യാപിറ്റൽ R സ്മോൾ r എന്ന് പറയുന്നത് റൗണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ക്യാപിറ്റൽ Y സ്മോൾ y എന്ന് പറയുന്നത് എന്തിന് ഡിനോട്ട് ചെയ്യുന്നതാണ്? അത് ആ യെല്ലോ കളറിനെ. ഇനി ഇതിൽ നിന്ന് ഞാൻ F2 ജനറേഷനുള്ള ഗ്യാമേറ്റിന് സെപ്പറേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ഗ്യാമേറ്റിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ഗ്യാമേറ്റ് വരിക? ഇത് ഞാൻ സെപ്പറേറ്റ് ചെയ്യണ ഗ്യാമേറ്റ് അല്ലേ. അപ്പോൾ ഈ ക്യാപിറ്റൽ R എന്ന് പറഞ്ഞ അതായത് ആ റൗണ്ട് ക്യാരക്ടറും ഒരു ഗ്രീൻ ക്യാരക്ടറും കൂടിയിട്ട് ഒരു ഗ്യാമേറ്റ് ഫോം ചെയ്യാം. ഓക്കെ. ഇനി ഈ ക്യാപിറ്റൽ ആറും അതായത് റൗണ്ടും ഗ്രീനും കൂടി ചേർന്നിട്ട് ഒരു ക്യാരക്ടർ ഫോം ചെയ്യാം. റിങ്കിൾഡും പിന്നെ ഏതാ യെല്ലോയും കൂടി ചേർന്നിട്ട് ഒരു ഗ്യാമറ്റ് ഫോം ചെയ്യാം. അതുപോലെ
റിങ്കിൾഡ് ഗ്രീന് കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യാം, ഒരു ഗ്യാമറ്റ് ഫോം ചെയ്യാം. അങ്ങനെ എനിക്ക് എന്ത് ചെയ്ത് ഇതിൽ നിന്നും 4 ഗ്യാമറ്റ് കിട്ടും അല്ലേ. അപ്പം ഇതിനെ തന്നെ സെൽഫായിട്ട് ക്രോസ് ചെയ്യിപ്പിക്കല്ലേ. അപ്പം എന്ത് കിട്ടും, ഇതേപോലെ തന്നെ എന്ത് വേണം, ഇവിടെയും ഒരെണ്ണം വരികയാണ്, ഇവിടെ ഒരെണ്ണം വരാണ്. അപ്പം എന്ത് കിട്ടും, എനിക്ക് ഇവിടെയും 4 കിട്ടും. അപ്പോൾ 4 × 4 എത്ര ഗ്യാമേറ്റ്സ് എനിക്ക് ഫോം ചെയ്യും, 16 ഗ്യാമേറ്റ്സ് ഫോം ചെയ്യും. അതിനെ ഞാൻ സിസ്റ്റത്തിൽ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ നോക്കിയേ, ഞാൻ ആ പറഞ്ഞ വിഷ്വലൈസേഷനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് നോക്കിയേ, റൗണ്ട് യെല്ലോ ആയിട്ടുള്ള സീഡും റിങ്കിൾഡ് ഗ്രീൻ ആയിട്ടുള്ള സീഡും അതിൽ നിന്ന് ഗ്യാമേറ്റ് സെപ്പറേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ക്യാപിറ്റൽ R ക്യാപിറ്റൽ Y. ഇവിടെ എങ്ങനെ കിട്ടി, സ്മോൾ r സ്മോൾ y ക്രോസ് ചെയ്യിപ്പിച്ചപ്പോൾ ക്യാപിറ്റൽ R സ്മോൾ r ക്യാപിറ്റൽ Y സ്മോൾ y എന്ന് പറഞ്ഞ റിങ്കിൾഡ് യെല്ലോ കിട്ടി. ഇതിൽ നിന്നും നമ്മൾ ഗ്യാമേറ്റ് സെപ്പറേറ്റ് ചെയ്തു. അതായത് ഇതിന് നമ്മൾ എന്ത് ചെയ്യാണ്, സെൽഫ് ആയിട്ടുള്ള പോളേഷൻ നടത്താണ്. അപ്പം നമുക്ക് 14, അതായത് 4 ഗ്യാമേറ്റ്സിൽ ഫോം ചെയ്യാം. അങ്ങനെ നമുക്ക് 16 ഗ്യാമേറ്റ്സ് അവിടെ ഫോം ചെയ്യും അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഗ്യാമേറ്റ്സ് ഈ ഒരു സൈഡിലേക്ക് ചെയ്ത്, ഇതിൽ നിന്ന് വരുന്നത് ഈ ഒരു സൈഡിലേക്ക് ചെയ്ത്. നമ്മൾ പറഞ്ഞു ഇങ്ങനെ എഴുതുന്നതിനെ പറഞ്ഞ പേര് എന്താ, ചെക്കർ ബോർഡ് അല്ലേ. റെജിനാൾഡ് C പുന്നറ്റ് ആണ് അത് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇതിന് എന്തും കൂടെ പറയാം, പുന്നറ്റ് സ്ക്വയർ മെത്തേഡ് എന്നും കൂടെ പറയാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ നടത്താൻ പോലെ അല്ലേ. ഇതിനെ വെച്ച് ക്രോസ് ചെയ്യുക, ഇതിനെ വെച്ച് ക്രോസ് ചെയ്യുക. അങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 9 എന്ത് കിട്ടും, യെല്ലോ റൗണ്ട്. ഇത് നിങ്ങൾ എൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഒരു ക്രോസ് ചെയ്ത് നോക്കണം. നമ്മളിത് മുന്നേ 10th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ക്രോസ് ചെയ്ത് നോക്കിയാലാണ് നമുക്ക് അത് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് വരും, അപ്പോൾ 16 എണ്ണത്തിലേ ഓക്കെ, ഔട്ട് ഓഫ് 16 9 ആർ എങ്ങനെയായിരുന്നു, റൗണ്ട് യെല്ലോ ആൻഡ് 3 ആർ green round and 3 other 3 are yellow wrinkle. Only one we get the green wrinkle. അതായത് നമ്മളുടെ റിസസീവ് ആയിട്ടുള്ള പാരന്റൽ ക്യാരക്ടറിന്റെ കോമ്പിനേഷൻ നമുക്ക് എത്ര കിട്ടി, ആകെ ഒരെണ്ണേ കിട്ടിയുള്ളൂ അല്ലേ. ബാക്കിയൊക്കെ എങ്ങനെയായിരുന്നു, ഏറ്റവും കൂടുതൽ കിട്ടി നമുക്ക് ഏതായിരുന്നു, ഡോമിനന്റ് ക്യാരക്ടറാണ് നമുക്ക് എന്ത് ചെയ്തത്, ഏറ്റവും കൂടുതലായിട്ട് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയേക്ക് ഇതിൽ ഈ 9 എണ്ണം നമ്മൾ റൗണ്ട് എന്ന് പറഞ്ഞു ഇല്ലേ, 1 2 3 4 ഇതൊക്കെ റൗണ്ട് ആണ് അല്ലേ. പക്ഷെ ഇവിടെയൊക്കെ ജീനോടൈപ്പിക് റേഷ്യോ ഒരേപോലെയാണോ, നോക്കി ഇവിടെ ഉള്ളതാണോ ഇവിടെ കാണുന്നത്, അല്ലല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഇത് അങ്ങനെയാണോ, അല്ല. അപ്പം എന്താ, ജീനോടൈപ്പിക്കലി ഇവർ ഒരേപോലെയാണോ, അല്ല. പക്ഷെ ഫീനോടൈപ്പിക്കലി എന്താണ്, ഒരേപോലെയാണ്. അപ്പോൾ ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഫീനോടൈപ്പിക് റേഷ്യോ ഓഫ് ഡൈഹൈബ്രിഡ് ക്രോസസ് 9:3:3:1. ക്ലിയർ. മോണോഹൈബ്രിഡ് എങ്ങനെയായിരുന്നു, 3:1 ആയിരുന്നു. ഇവിടെ എങ്ങനെയാ, 9:3:3:1 ആണ്. അതായത് 9 റൗണ്ട് യെല്ലോയും 3 റൗണ്ട് ഗ്രീനും 3 റിങ്കിൾഡ് യെല്ലോവും ഒരു എങ്ങനെയായിരുന്നു, റിങ്കിൾഡ് ഗ്രീനും. And the genotypic ratio is 1:2:1, 2:4:2, 1:2:1. ഓക്കെ, എക്സാമിന് അധികം ചോദിക്കാം ജീനോടൈപ്പിക് റേഷ്യോ അല്ല അധികം ചോദിക്കാറ്, അതിന്റെ ഫിനോടൈപ്പിക് റേഷ്യോ ഇല്ലേ അതാണ് ചോദിക്കാറ്. പക്ഷെ മോണോഹൈബ്രിഡിന്റെ ജീനോടൈപ്പിക്കും അതുപോലെ തന്നെ ഫിനോടൈപ്പിക്കും ഒന്ന് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട് കേട്ടോ. ദ അപ്പിയറൻസ് ഓഫ് റീകോമ്പിനൻസ് ഇൻ F2 ജനറേഷൻ ഇസ് ഡ്യൂ ടു ദ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. അങ്ങനെ നമ്മൾ പറഞ്ഞു എന്ത്, മെന്റലി 3 ലോസ് കൊണ്ടുവന്നു അല്ലെ. പക്ഷെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത ആകെ 2 ലോ ആണ് അല്ലെ, ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗ്യാമേറ്റ്സും. അങ്ങനെ നമ്മുടെ 3ാമത്തെ ലോ ആണ് എന്ത്, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. എന്താ ലോയുടെ പേര്, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ആ ലോ എന്താ പറയുന്നത് നോക്കി. The law states that when 2 or more pairs of contrasting characters and genes responsible for them are involved in a cross, ഒന്നിലധികം ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ള ക്രോസ് ഉണ്ടാവുകയാണെങ്കിൽ the 2 factors for each pair, അതായത് ആ ഓരോ പേരിനുള്ള ഈ ഫാക്ടേഴ്സ് ഇല്ല, അവരെന്ത് ചെയ്യുന്നു, segregate and act independently in hereditary transmission. അവരെന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്തിട്ട് അവരെ സെഗ്രിഗേറ്റ് ചെയ്യാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്യാരക്ടർ ഫോം ചെയ്യിക്കുക. ഓക്കെ, 2 factors for each pair segregate and act independently in hereditary transmission. അതായത് ആ പാരമ്പര്യത്തെ കണ്ടു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ആയിട്ട്, അതായത് അവരെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ. അങ്ങനെ ഡൈഹൈബ്രിഡ് ക്രോസിന്റെ ബേസിൽ മെന്റൽ കൊണ്ടുവന്ന ലോ ആണ് ഏത്, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്, കുറച്ച് മെന്റൽ ഡീവിയേഷൻസ് പറഞ്ഞു. ഏതൊക്കെ നമ്മൾ പറഞ്ഞ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പറഞ്ഞു, കോ ഡോമിനൻസ് പറഞ്ഞു, മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി വേറൊരു 2 കേസുകളാണ് ലിങ്ക്ഡ് ജീൻസും അല്ലെങ്കിൽ ലിങ്കേജ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ആണ് എപ്പോ, ഇഫ് ദ അലീൽസ് ആർ ഒക്കർ ഓൺ ദ ഡിഫറെന്റ് ക്രോമോസോമുകൾ 2 വ്യത്യസ്ത ക്രോമോസോമുകളിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പോസിബിൾ ആണ്, ഈ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറയുന്നത് പോസിബിൾ ആണ്. പക്ഷെ അവർ ഒരേ ക്രോമോസോമിലാണ് ഇരിക്കുന്നതെങ്കിൽ ദേ ഹാവ് ദ ടെൻഡൻസി ടു ഇൻഹെറിറ്റ് ടുഗദർ ആസ് എ സിംഗിൾ യൂണിറ്റ്. അവർക്ക് എപ്പോഴും ഒരു യൂണിറ്റ് സിംഗിൾ യൂണിറ്റ് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയുള്ള ജീൻസ് എന്ന് പറയുന്നത് ലിങ്ക്ഡ് ജീൻസ് എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ അവിടെ അങ്ങനെ ഒരു പുതിയ പാരന്റിന്റെ ആ റിസസീവ് ക്യാരക്ടർ ഫോം ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ എന്താണ് കുറവാണ്. ഓക്കെ. ഇനി എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നത് എന്താ ഔട്ട്കം ഒരു ഫീനോടൈപ്പ് എന്ന് പറയുന്നത് നോട്ട് കൺട്രോൾഡ് ബൈ വൺ ജീൻ. നമ്മൾ പഠിച്ചത് എങ്ങനെയായിരുന്നു? ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ആ ജീനിന്റെ ഔട്ട്കം ആണ് അല്ലെ. പക്ഷെ അത് അങ്ങനെയല്ല, ഒന്നിലധികം ജീനുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാം, മൾട്ടിപ്പിൾ അലീലിസം നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അതൊരു എപ്പിസ്റ്റാസിസ് ആണ്. അതായത് ഒന്നിലധികം ജീനുകൾ അല്ലെങ്കിൽ എൻവയോൺമെന്റ് കണ്ടീഷൻസ് ഒക്കെ എന്ത് ചെയ്യാം, ഇൻഫ്ലുവൻസ് ചെയ്യാം എന്ന് പറയുന്നതാണ് എന്ത് എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നത്. കോഡ് കളർ ഇൻ മൗസും അതുപോലെ തന്നെ സമ്മർ സ്കാഷർ എന്നുള്ള പ്ലാന്റിൽ അവരുടെ ഫ്രൂട്ട് കളർ ചേഞ്ച് ചെയ്യായിരുന്നു. എന്തിന് എക്സാമ്പിൾ ആണ് എപ്പിസ്റ്റാസിസിന്. അപ്പൊ ഇത് രണ്ടും കൂടി എന്തും കൂടി തന്നെയാണ് മെന്റലിയൻ ഡീവിയേഷൻ അതല്ലെങ്കിൽ എക്സെപ്ഷൻസ് ആണ്. മെന്റലിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൂഫ് അല്ലെങ്കിൽ എവിഡൻസ് എവിടെ ലിങ്കഡ് ജീൻസിലെ എപ്പിസോഡ്സിലൊന്നും കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പൊ അത് മെന്റലിന്റെ എന്ത് തന്നെയായിരുന്നു, ഒരു ഡ്രോബാക്ക് തന്നെയായിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് മെന്റൽ മരിച്ചതിന് ശേഷം മെന്റലിന്റെ വർക്കിനെ 1990s ആയപ്പോൾ റീഡിസ്കവർ ചെയ്ത സയന്റിസ്റ്റുകളാണ് ആരൊക്കെ? ഹ്യൂഗോ ഡ്യൂറിസ്, കാൾ കോറൻസ്, അതുപോലെ തന്നെ വോൺ ടെഷ്മാർക്ക്. ഓക്കെ. ഞാൻ അവിടെ ബോൾഡാക്കി കാണിച്ചിട്ട് ശ്രദ്ധിക്കുക അവരുടെ പേരുകൾ. അങ്ങനെ അവരുടെ ഫൈൻഡിങ്സിനെ ഒന്നും കൂടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1902 വാൾട്ടർ എസ് സട്ടൺ ആൻഡ് തിയോഡർ ബോവറി അവരെന്ത് ചെയ്തു? ക്രോമോസോമിന്റെ അതായത് ജീനുകളുടെ പർട്ടിക്കുലർ ലൊക്കേഷൻ ക്രോമോസോമുകൾ അവർ കണ്ടെത്തി. അങ്ങനെ അപ്പോൾ നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ കണ്ടുപിടുത്തം കഴിഞ്ഞു, ക്രോമോസോമിനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ അവരുടെ ബേസിൽ അവരെ കണ്ടെത്തിയ ഫീച്ചേഴ്സിന്റെ ബേസിൽ they proposed chromosomal theory of inheritance. So who proposed chromosomal theory of inheritance? വോൾട്ടർ എസ് സട്ടൺ ആൻഡ് തിയോഡർ ബോവറി. മറക്കാൻ പാടില്ല, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ വോൾട്ടർ എസ് സട്ടനും തിയോഡർ ബോവറിയാണ് എന്ത് പ്രപ്പോസ് ചെയ്തത്? ക്രോമോസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പ്രപ്പോസ് ചെയ്ത്. അവരെന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ജീൻ എങ്ങനെയാണോ അതിന്റെ ജീനിന്റെ ഫീച്ചേഴ്സ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ആരുടെ ഫീച്ചേഴ്സും ക്രോമോസോമും എന്ന് പറയുന്നത്. അതായത് മിയോസിസിന്റെ സമയത്തായാലും ഫെർട്ടിലൈസേഷൻ സമയത്തായാലും ജീനും ക്രോമോസോമും തമ്മിൽ എന്തില്ല, അധികം ഡിഫറൻസ് ഒന്നുമില്ല എന്നാണ് ആര് കണ്ടെത്തിയത്? വാൾട്ടർ എസ് സട്ടനും അതുപോലെ തന്നെ തിയോഡർ ബോവറിയും കണ്ടെത്തിയത്. ഇപ്പൊ ക്രോമോസോംസ് ആയാലും ജീനായാലും എങ്ങനെ ഇരിക്കുക? ക്രോമോസോം ആണെങ്കിൽ ഹോമോലോഗോസ് പെയറായിട്ടിരിക്കും, ജീനാണെങ്കിൽ എങ്ങനെ കാണാം? അലീലിക് പെയറാണ്. പിന്നെ അവർ സെപ്പറേറ്റ് ചെയ്യുന്നത് അവരെങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? ഇൻഡിപെൻഡന്റ് ആയിട്ട് സെപ്പറേറ്റ് അല്ലെങ്കിൽ സെഗ്രിഗേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് കേസിൽ ക്രോമോസോംസ് ആയാലും ജീനായാലും കുറച്ച് സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ബേസിൽ അപ്പൊ മെന്റലി പറഞ്ഞ കാര്യങ്ങളോട് അനുകൂലിച്ചിട്ടും ഹ്യൂഗോ ഡ്യൂറിസ്, കാൾ കോറൻസ്, വോൺ ടെഷ്മാർക്ക് അല്ലെ ആ 3 സയന്റിസ്റ്റ് പറഞ്ഞ കാര്യങ്ങളോട് കുറച്ചും കൂടി അതിന് സപ്പോർട്ട് ചെയ്തിട്ട് അവർ കൊണ്ടുവന്നതാണ് എന്ത്? ക്രോമോസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. എന്താ കൊണ്ടുവന്നേ? ക്രോമോസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ അവരിങ്ങനെ ക്രോമോസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് കൊണ്ടുവന്നു. പക്ഷെ അതിന് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിന്റെ കറക്റ്റ് അതിന്റെ ക്രെഡിബിലിറ്റി കൊടുത്തത് ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോമസ് ഹണ്ട് മോർഗൻ അതല്ലെങ്കിൽ TH മോർഗൻ. ഓക്കെ. TH മോർഗൻ അല്ലെങ്കിൽ തോമസ് ഹണ്ട് മോർഗൻ ആണ് കുറച്ചും കൂടെ അദ്ദേഹം ഒരു അമേരിക്കൻ ജെനറ്റിസിസ്റ്റ് ആണ്. ആര്? തോമസ് ഹണ്ട് മോർഗൻ എന്ന് പറയുന്നത്. ഹി കണ്ടക്ടഡ് ഹിസ് എക്സ്പെരിമെന്റ്സ് എവിടെയായിരുന്നു? ഡ്രോസോഫൈല. മെന്റൽ എക്സ്പെരിമെന്റ് നടത്തിയ എവിടെയാണ്? പി പ്ലാന്റിൽ. അതുപോലെ നമ്മളുടെ മോർഗൻ എക്സ്പെരിമെന്റ് നടത്തിയത് മുഴുവൻ ഡ്രോസോഫൈലായിരുന്നു. കാരണം ഡ്രോസോഫൈല പറഞ്ഞാൽ എന്താ? ഫ്രൂട്ട് ഫ്ലൈ അല്ലെ, പഴയീച്ച എന്ന് പറയുന്നത്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസിയാണ് അവരിൽ വർക്ക് നടത്താൻ. മാത്രമല്ല കൾച്ചർ ചെയ്യാൻ ഡ്രോസോഫൈല എന്ന് പറയുന്നത്. ഡ്രോസോഫൈല മെലനോഗാസ്റ്റർ ആണ് അതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത്. അപ്പൊ എന്താ വളരെ ഈസിയാണ്. ഇറ്റ് കുഡ് ബി കൾച്ചേർഡ് വെരി ഈസിലി ആൻഡ് കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ വി ഗെറ്റ് വിത്തിൻ 2 weeks. നമുക്ക് 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് എന്ത് കിട്ടും? റിസൾട്ട് കിട്ടും. പിന്നെ ഒരു സിംഗിൾ മേറ്റിംഗ് പ്രൊഡ്യൂസ് നമ്പർ ഓഫ് പ്രോജനി. ഒറ്റ മേറ്റിംഗ് കൊണ്ട് നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് പ്രോജനീസ് പ്രൊഡ്യൂസ് ചെയ്യും. മാത്രമല്ല മെയിലിനും ഫീമെയിലിനും ഒക്കെ പറ്റുന്ന എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്റ്റിങ്വിഷബിൾ ചെയ്യാൻ, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഡ്രോസോഫൈല പറഞ്ഞാൽ എത്ര ചെറുതാണെന്ന് നോക്കിയിട്ട് കാര്യമില്ല. അവിടെ എന്തുണ്ട്? ഐ കളറ്, ബോഡി കളറ്, വിങ് സൈസ്, അതൊക്കെ എന്താണ് ഡിഫറെന്റ് ടൈപ്പ് പാറ്റേൺസ് തരത്തിലുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താനായിട്ട് കഴിയും. പിന്നെ മാത്രമല്ല ഇവരുടെ ബ്രീഡിംഗ് നടക്കുന്നത് ത്രൂ ഔട്ട് ദ ഇയർ ആണ്. അതുകൊണ്ടാണ് മോർഗനിന്റെ എക്സ്പെരിമെന്റ്സിന് വേണ്ടിയിട്ട് ആരെ സെലക്ട് ചെയ്തത്? ഡ്രോസോഫൈലിനെ സെലക്ട് ചെയ്യാനുള്ള കാരണങ്ങൾ. ഓക്കെ. അങ്ങനെ മോർഗൻ അറിഞ്ഞു എന്തൊക്കെ? ജീൻസ് ഒക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന്? എക്സ് ക്രോമോസോമിലാണെന്ന് കണ്ടെത്തി. ഓക്കെ. അപ്പോൾ അവര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ചില ജീനുകൾ അടുത്തിരിക്കും അല്ലെ. അങ്ങനെ അടുത്തിരിക്കുന്ന ജീനുകൾക്ക് അവിടെ അവർ ഇൻഹെറിറ്റ് ചെയ്യുന്ന പാറ്റേണും അകലെ ഇരിക്കുന്ന ജീനുകൾ ഇൻഹെറിറ്റ് ചെയ്യുന്ന പാറ്റേണും 2 തരത്തിലാണെന്ന് മോർഗൻ കണ്ടെത്തി. ഓക്കെ. ഹി attributed this due to the physical association of genes. The genes are inherited together as single units. അഥവാ അതിന് വേറെ പറഞ്ഞ പേരാണ് ലിങ്കഡ് ജീൻസ്. ഓർ ആ മോഡ് ഓഫ് ഇൻഹെറിറ്റൻസിന് പറഞ്ഞ പേരാണ് എന്ത്? ലിങ്കേജ് എന്ന് പറയുന്നത്. അതായത് ചില ജീനുകൾക്ക് അടുത്തിരുന്നിട്ടാണ് അവരെന്ത് ചെയ്യുക? അടുത്തിരിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ.
അപ്പോൾ അതിന്റെ ബേസിൽ ഇപ്പൊ ഞാൻ കൊടുത്തത് ഇവിടെ മോർഗൻ സ്റ്റഡി നടത്തിയത് എവിടെയാന്ന് പറഞ്ഞു, ഡ്രോസോഫൈലയുടെ കേസിലെന്ന് പറഞ്ഞു. ഡ്രോസോഫൈല, വൈ മോർഗൻ ചൂസ് ഡ്രോസോഫൈല, ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഫോർ വൈ മോർഗൻ ചൂസ് ഡ്രോസോഫൈല ഫോർ ഹിസ് എക്സ്പെരിമെന്റ്. ഓക്കെ, അങ്ങനെ മെൻഡൽ കണ്ടെത്തി, നോട്ട് മെൻഡൽ, മോർഗൻ, TH മോർഗൻ, ഓക്കെ, തോമസ് ഹണ്ട് മോർഗൻ. Okay, Morgan find out that some genes are tightly linked, showing lower rate of recombination, and some genes are closed. ക്ലോസ് ആയിരിക്കുന്ന ജീനുകൾ തമ്മിൽ എന്താണ് റീകോമ്പിനേഷൻ റേറ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. പക്ഷെ ജീൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അകലെയാണെങ്കിൽ ദേ ഷോസ് ഹയർ റേറ്റ് ഓഫ് റീകോമ്പിനേഷൻ. സോ ദ ജീൻസ്, അടുത്തിരിക്കുന്ന ജീനുകൾ തമ്മിൽ അവിടെ എന്തുണ്ടാവില്ല, റീകോമ്പിനേഷൻസ്, വെറൈറ്റീസ് ഉണ്ടാവോ, ഇല്ല. അകലെയാണെങ്കിലാണ് അവിടെ എന്തുണ്ടാവുക, റീകോമ്പിനേഷൻസ് അവിടെ ഫോം ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ആ രണ്ട് തരത്തിലുള്ള ജീൻസ് ഉണ്ട്. സോ 2 types of genes, completely linked genes and incompletely linked genes. അടുത്തിരിക്കുന്ന ജീൻസുകളാണെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി ലിങ്ക്ഡും, അകലിരിക്കുന്നതാണെങ്കിൽ അത് എന്താ വിളിക്കാം, നമുക്ക് ഇൻകംപ്ലീറ്റ്ലി ലിങ്ക്ഡ് ജീൻസ് എന്നും പറയാം. ഓക്കെ, ഇതെന്താണ്, ഒരു നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഒരു പിക്ചറാണ്. ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്ക്, ഇവിടെ പാരന്റൽ ടൈപ്പ് എന്ന് പറയുന്നത്, എന്റെ കേഴ്സർ പോൺ ശ്രദ്ധിക്കട്ടെ, 98.7% ആണ് പാരന്റൽ ടൈപ്പ്. അതിന്റെ അർത്ഥം എന്താ, ആ ജീനുകൾ തമ്മിൽ വളരെ അടുത്തായിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പാരന്റൽ ക്യാരക്ടർ കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് പറയുന്നത്, 1.3%. അവിടെ എന്താ പറയുന്നത്, അത് ആ ജീനുകൾ വളരെ അടുത്തിരിക്കുമ്പോൾ റീകോമ്പിനേഷനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ എന്താണ്, കുറവാണ്. പക്ഷെ ഇവിടെ നോക്കൂ, ക്രോസ് ബിയിൽ നോക്കി നോക്കൂ, പാരന്റൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 62.8%. പിന്നെ റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 37.2. അതെന്താ 37.2 എന്ന് പറഞ്ഞാൽ എന്താ, അതായത് അത്ര അടുത്തല്ല പക്ഷെ അത്ര അകലെയുമല്ല അല്ലെ. അതുകൊണ്ട് അവിടെ എന്താ ചാൻസ് വന്നു, റീകോമ്പിനേഷനുള്ള ചാൻസ് വന്നു. അപ്പോൾ അവിടെ എന്താ, ലിങ്കേജ് കൂടുമ്പോ എന്ത് കുറയും, റീകോമ്പിനേഷൻ കുറയും. ലിങ്കേജ് കുറയുമ്പോ എന്ത് കൂടും, റീകോമ്പിനേഷനും കൂടും. ക്ലിയർ അല്ലേ? ഇനി ഇത് നമ്മളൊന്നുകൂടി പറയണം, ലിങ്കേജ് കൂടുമ്പോൾ എന്ത് കൂടും, റീകോമ്പിനേഷൻ. ലിങ്കേജ് കൂടുമ്പോൾ റീകോമ്പിനേഷൻ കുറയും, ലിങ്കേജ് കുറയുമ്പോൾ എന്ത് കൂടും, റീകോമ്പിനേഷനുള്ള ചാൻസ്. അതായത് അടുത്തിരിക്കുന്ന ജീനുകൾ നമ്മൾ എപ്പോഴും ഇൻഹെർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഒരുമിച്ചാണ് ഇൻഹെർട്ട് ചെയ്യുക അല്ലെ. അപ്പൊ അവിടെ എന്തിനും ചാൻസ് വരുന്നില്ല, റീകോമ്പിനേഷൻസിനുള്ള ചാൻസ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ കുറവാണ്. ഓക്കെ, മോർഗനിന്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആൽഫ്രഡ് സ്റ്റട്ട്വാൻഡ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. ഈ ജീനുകളുടെ ഇടയിലുള്ള ആ ഗ്യാപ്പില്ലേ, എത്രമാത്രം അവർ നീങ്ങിയിരിക്കുന്നു എന്നുള്ളത് അത് കണ്ടെത്താൻ വേണ്ടി ഒരു യൂണിറ്റ് കൊണ്ടുവന്നു. ആ യൂണിറ്റാണ് സെന്റി മോർഗൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാപ്പ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ സെന്റി മോർഗൻ അതല്ലെങ്കിൽ മാപ്പ് യൂണിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഹെൽപ്ഫുൾ ആയിരിക്കുന്നത് ഹ്യൂമൻ ജീനോം പ്രോജക്ട്. നമ്മൾ വരും ചാപ്റ്റേഴ്സിൽ പറയും ഹ്യൂമൻ ജീനോം പ്രോജക്ട് എന്താണ്. ആ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിലാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്, ഈ സെന്റി മോർഗൻ അല്ലെങ്കിൽ മാപ്പ് യൂണിറ്റ്സിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ മോർഗനിന്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആൽഫ്രഡ് സ്റ്റട്ട്വാൻഡ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ജീനുകളുടെ ഇടയിലുള്ള ആ ഗ്യാപ്പ് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടുവന്ന യൂണിറ്റ് ആണ് മാപ്പ് യൂണിറ്റ്, അതല്ലെങ്കിൽ സെന്റി മോർഗൻ എന്ന യൂണിറ്റ് കൊണ്ടുവന്നത്. ഓക്കെ, ഹോപ്പ് യു ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് മൈ പോർഷൻസ് ദാറ്റ് ഐ ഡിസ്കസ് ടുഡേ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.